ആനന്ദാശ്രമം ജാതിമത വ്യത്യാസമില്ലാതെ ആർക്കും പോവാവുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരു ആത്മീയ കേന്ദ്രമാണ്. ഇത്രയും മനോഹരമായ ഫ്രെയിമുകൾ നിറഞ്ഞ ഒരു ആത്മീയ കേന്ദ്രം കാസർഗോഡ് ജില്ലയിൽ വേറെയില്ല. ഇളം മഞ്ഞ ഭിത്തിയിൽ ഓടുകൾ അണിഞ്ഞിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ധ്യാനത്തിനും ആത്മീയ പഠനത്തിനും അനുയോജ്യമായ സ്ഥലം. മാവുങ്കാലിലെ ജനങ്ങൾക്ക് ആശ്രമം എന്ന് വെച്ചാൽ ഒരു വികാരമാണ്. ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ആശ്രമം. നിശബ്ദതയോടെ സമാധാനത്തോടെ ഒന്ന് മാറിയിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായൊരു സ്ഥലമാണ് ആനന്ദാശ്രമം. ഞാൻ പോയത് ഞായറാഴ്ച ദിവസം ആയതിനാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ബുദ്ധബാബുവിനെ കണ്ടതിന് ശേഷം ഞാൻ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഉച്ചയ്ക്ക് 12:30 ശേഷമാണ് ആശ്രമത്തിൽ ഭക്ഷണ വിതരണം. ചോറും 3 കൂട്ടം കറികളും തൈരുമാണ് ഇവിടെ ഭക്ഷണത്തിനായി കിട്ടിയത്. കഴിക്കുന്നവരുടെ മനസ്സും വയറും നിറയിപ്പിക്കാനുള്ള എന്തോ മാന്ത്രികത ആ ഭക്ഷണത്തിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മാന്തോപ്പുകളും മരങ്ങളും നിറഞ്ഞ ആശ്രമത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് മഞ്ഞമ്പൊതി ഹനുമാന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. 1939 സ്വാമി രാംദാസ് ആണ് ആശ്രമം നിർമ്മിച്ചത്. ആശ്രമത്തിൽ വരുന്നവർക്ക് വായിക്കുവാൻ വേണ്ടി ഒരു ബുക്ക് സ്റ്റാളും ആശ്രമം നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ആശ്രമത്തിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് ആനന്ദാശ്രമം. ജീവിതത്തിൽ ആത്മീയതയ്ക്കുള്ള പ്രാധാന്യം ഈ ആശ്രമം നമ്മളെ പഠിപ്പിക്കുന്നു.